മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെതിരെ സിപിഐഎമ്മിൽ വിമർശനമുയർന്നത് വാർത്തയായതിൽ സിപിഐഎമ്മിൽ അന്വേഷണം. കടകംപള്ളിക്ക് പരസ്യമായി മറുപടി നൽകിയതിന് റിയാസിനെതിരെ വിമർശനമുയർന്നുവെന്ന വാർത്ത വന്നിരുന്നു. ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നതിലാണ് പാർട്ടിതല അന്വേഷണം. ചോർച്ച അന്വേഷിക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം തലസ്ഥാന റോഡ് നിർമ്മാണത്തിലെ വിമർശനത്തിൽ തെറ്റുപറ്റിയെന്ന കടകംപള്ളി സുരേന്ദ്രൻ. സിപിഐഎം സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ട വിശദീകരണത്തിലാണ് കടകംപള്ളിയുടെ മറുപടി. ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ശ്രീജിത്ത്, വിമർശനം ഉയർന്നു, അത് പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയതിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? തലസ്ഥാന നഗരിയിലെ റോഡ് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് നഗരസഭയുടെ വികസന സമിതി യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വിമർശനത്തിന് പിന്നാലെയാണ് അതേപ്പറ്റി അത് പൊതുമരാമത്ത് വകുപ്പിനടക്കം കുറ്റപ്പെടുത്തൽ വിമർശനമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രനോട് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടത്. പാർട്ടിക്കും പാർട്ടി ഭരിക്കുന്ന നഗരസഭയ്ക്കും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടി നിർത്തുന്ന ഒരു പ്രതികരണമാണ് നടത്തിയത്. ഇത് ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ചൂണ്ടിക്കാണിച്ചായിരുന്നു വിശദീകരണം ആരാഞ്ഞത്. എന്നാൽ അത്തരമൊരു വിശദീകരണം അതിന് കടകംപള്ളി മറുപടി നൽകി. മറുപടിയിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് കടകംപള്ളി സമ്മതിച്ചു. നഗരവാസികൾക്ക് ഈ റോഡ് വികസന പദ്ധതി എഴുതി നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമുണ്ട്. ആ വിമർശനം ഉന്നയിക്കാനാണ്, ആ പരാതി ശ്രദ്ധയിൽപ്പെടുത്താനാണ് താൻ അക്കാര്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് അത് പറഞ്ഞത് തെറ്റായിപ്പോയി തനിക്ക് ബോധ്യം വന്നുവെന്നാണ് കടകംപള്ളി നൽകിയ മറുപടിയിൽ പറയുന്നത്. കടകംപള്ളിയുടെ മറുപടി അടക്കമുള്ള കാര്യങ്ങളാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് വെച്ചത്. ഈ ചർച്ചയിൽ സംസ്ഥാന കമ്മിറ്റി ഒന്നാകെ കടകംപള്ളിക്ക് തെറ്റുപറ്റിയെന്ന് വിലയിരുത്തി. എന്നാൽ ഇതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഈ വിമർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറിയിൽ വിമർശനമുണ്ടായി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഈ വാർത്ത എങ്ങനെ ചോർന്നു എന്നതിനെ പറ്റി അന്വേഷിക്കും. ഈ വാർത്ത യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമല്ല, തെറ്റായ രൂപം എങ്ങനെ പാർട്ടിക്ക് പുറത്തേക്ക് പോയി എന്ന് അന്വേഷിക്കുമെന്നാണ് എം.വി. ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം അതെങ്ങനെയാണ്? അതിന്റെ ഒരു ഉള്ളടക്കം എന്താണ്? എങ്ങനെയാണ് വിമർശനത്തിലേക്ക് പോയത്? വിമർശനത്തിൽ എന്താണ് അദ്ദേഹത്തിന് തെറ്റിയത്? എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്? ശ്രീജിത്ത്, കടകംപള്ളി സുരേന്ദ്രൻ നഗരസഭയുടെ വികസന സമിതിയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലാണ് ഈ പരാതി ഉന്നയിച്ചത്. സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തലസ്ഥാന നഗരത്തിലെ 30ഓളം റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് മാസങ്ങളായി. ഇതുവരെയും പല റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. സ്കൂളുകൾ, ആശുപത്രികൾ അടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങളുള്ളിടത്താണ് ഈ റോഡുകൾ താറുമാറായി കിടക്കുന്നത്. സെക്രട്ടേറിയറ്റ് തൊട്ടുമുന്നിലത്തെ റോഡടക്കമുള്ള പ്രശ്നങ്ങൾ, ഇതാണ് കടകംപള്ളി സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇത് പൊതുമരാമത്ത് വകുപ്പിനെ പ്രതിക്കൂട്ടി നിർത്തുന്ന തരത്തിൽ മന്ത്രിക്കടക്കം നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രതികരണമായി തൊട്ട ദിവസം മന്ത്രി പ്രതികരിച്ചു. ഈ പൊതുമരാമത്ത് വകുപ്പിനെയും നഗരസഭയെയും പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതികരണം നടത്തിയതിന്റെ പേരിലാണ് കടകംപള്ളിയോട് വിശദീകരണം ചെയ്തത്. ഈ വിശദീകരണത്തിലാണ് കടകംപള്ളി പറഞ്ഞത്, ജനങ്ങൾക്ക് ഈ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളുണ്ട്. പലയിടത്തേക്കും നടപ്പാതെ പോലും ഇല്ലാത്ത തരത്തിൽ റോഡുകൾ താറുമാറായി കിടക്കുന്നു. ഇതിലുള്ള പരാതിയുള്ള ആശങ്കയുമാണ് താൻ പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പിന്നീട് തനിക്ക് ഇത്തരമൊരു വിമർശനം പരസ്യമായി പറഞ്ഞത് ശരിയായില്ല, തെറ്റുപറ്റിയെന്ന് തനിക്ക് തോന്നി എന്നാണ് കടകംപള്ളി ഈ വിശദീകരണത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്റെ ഭാഗത്ത് സംഭവിച്ച തെറ്റ് അത് അംഗീകരിക്കണം എന്നുള്ള നിലയിലാണ് കടകംപള്ളി മറുപടി നൽകിയത്. ഈ മറുപടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. എന്നാൽ അതിനുശേഷം പുതുതായി വന്നൊരു കാര്യമാണ് ഈ വാർത്ത ചോർന്നതിനെ പറ്റിയുള്ള അന്വേഷിക്കാനുള്ള പുതിയ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. വാർത്ത ചോർന്നതിൽ അന്വേഷണം, മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തേക്ക് വരുന്നു, അതിനുശേഷം അത് ചർച്ചയാകുന്നു. ഈ ഘട്ടത്തിൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.